വെരിക്കോസ് വെയിൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിൻസിനെ കുറിച്ച് നമുക്കറിയാവുന്നത് കാലിലേക്കുള്ള രക്തക്കൊഴലുകൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആവുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും എന്താണ് ഈ വെരിക്കോസ് വെയിൻസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഞാനിപ്പോൾ പെരിഫറൽ ആർട്ടറി ഡിസീസിൻ്റെ കാര്യം പറഞ്ഞത് ശുദ്ധ രക്തക്കുഴലിൻ്റെ അടപ്പ് കാരണം വരുന്നതാണ്. ഓക്കെ. വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് വെയിൻസിൽ വരുന്ന, അതായത് അശുദ്ധ രക്തക്കുഴലിൽ വരുന്ന പ്രോബ്ലമാണ്. അതായത് നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത ചീത്ത രക്തം കാലിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കുഴൽ, അതാണ് അശുദ്ധ രക്തക്കുഴൽ എന്ന് പറയുന്നത്. ശുദ്ധിയാക്കാൻ പോകുന്നത്. അതെ, അതിൽ വരുന്ന പ്രോബ്ലമാണ് വെരിക്കോസ് വെയിൻ. അത് യൂഷ്വലി കാണുന്നത് അധിക നേരം നിന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലാണ് അത് കാണപ്പെടുന്നത്. അധിക നേരം നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അശുദ്ധ രക്തക്കുഴലിലെ വാൽവുകളൊക്കെ ഡാമേജ് ആവും. അപ്പോൾ ഈ കാലിൽ നിന്ന് ശരിയായിട്ട് രക്തം ഹാർട്ടിലേക്ക് പോവില്ല, അവിടെ തന്നെ തങ്ങി നിൽക്കും. അപ്പോൾ വെയിന് വലുതായിട്ട് പുറത്ത് തോളിൻ്റെ അടിയിലായിട്ട് കാണാൻ പറ്റും. അതിന് വെരിക്കോസ് വെയിൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ വരുന്നതിൻ്റെ വരാൻ സാധ്യതയുള്ള ആളുകൾ ഈ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമാണോ? അതെ, അതിലാണ്. അത് മാത്രമാണ് റിസ്ക്. പിന്നുള്ളത് മോർ കോമൺ ഇൻ വിമൻ, ഒരു റിസ്ക് ഫാക്ടറാണ്. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ചില പേർക്ക് ഡെവലപ്പ് ആവാറുണ്ട്. ഫാമിലി ഹിസ്റ്ററിയും ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ പാരൻസിന് വന്നിട്ടുണ്ടെങ്കിൽ വരാനുള്ള ചാൻസ്. ആണോ? അതെ, ജെനറ്റിക്സ് മാറ്റേഴ്സ് അല്ല. ഓക്കെ. ഈ വെരിക്കോസ് വെയിൻസ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ലോങ് ടേം നിൽക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഇൻ കേസ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുന്നത് റെക്കമെൻഡഡ് ആണ്. ഇൻ കേസ് വെരിക്കോസ് വെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇരിക്കുമ്പോഴെല്ലാം കുറച്ച് ഒരു സ്റ്റൂളിൽ കാല് കയറ്റി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുറേ നേരം നിൽക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നേരം വാക്ക് ചെയ്യാം. നമ്മൾ മസിൽസ് വർക്ക് ചെയ്യുമ്പം ആ രക്തോട്ടം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ആവും. നമ്മൾ വാക്ക് ചെയ്യാണ്ട് നിൽക്കുമ്പോഴാണ് ആ രക്തം പമ്പിങ് അത്ര ശരിയായ രീതിയിൽ പോകാത്തത്. ഓക്കെ. വെരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പോൾ മിക്കവാറും ആളുകൾ പറയുന്നത് വൺസ് അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് കീപ്സ് കമ്മിങ്, അത് വന്നുകൊണ്ടേയിരിക്കും, അതങ്ങനെ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറയും. ഇസ് ദാറ്റ് സോ? നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അതെ, പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അത് ഓരോ സ്റ്റേജസ് ആയിട്ടാണ് വരിക. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റും വെയിന്. ചില പേർക്ക് അത് കാണാൻ പറ്റും. അത് കാരണം അവർക്ക് വേദനയോ വേറൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. വിസിബിളായിട്ടുള്ള ഒരു കൺസേൺ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനത്തെ സ്റ്റേജിൽ നമ്മൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് സ്റ്റാർട്ട് ചെയ്യും. അതൊരു സോക്സ് പോലെയാണ്. അത് വെച്ച് കംപ്രസ് നിൽക്കുമ്പോൾ അത് യൂസ് ചെയ്താൽ അതിൻ്റെ സിംറ്റംസ് വേറൊന്നും വരാണ്ടിരിക്കും. അത് പ്രോഗ്രസ് ആവാതെ ഇരിക്കും, കൂടുതലാവാതിരിക്കും. അതെ. ചില ആൾക്കാർ അഡ്വാൻസ് സ്റ്റേജിലാണ് വരിക. അതായത് വീക്കം വരും, കാലിന് വീക്കം വരും, നിൽക്കുമ്പോൾ എല്ലാം വേദന വരാൻ തുടങ്ങും. പിന്നെ ലേറ്റ് സ്റ്റേജിൽ വരുന്നത് അൾസർ ഡെവലപ്മെൻ്റ് ആണ്. കാലിൽ പുണ്ണ് വന്നിട്ട് അത് ആറാണ്ടിരിക്കും. അങ്ങനത്തെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ വെരിക്കോസ് വെയിനിലെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മോസ്റ്റ് കോമൺ ട്രീറ്റ്മെൻറ്റ് അബ്ലേഷനാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആ അശുദ്ധ രക്തമുള്ള ഡാമേജായ വെയിന് സർജറി ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതായിരുന്നു പണ്ടത്തെ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം മിനിമലി ഇൻവേസീവായിട്ട് നമുക്ക് ഏത് രക്തക്കുഴലാണോ അത് ബാധിപ്പുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സൂചി വഴി പോയിട്ട് അബ്ലേഷൻ വഴി, അതായത് കറണ്ട് പാസ് ചെയ്തിട്ട് നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് ലേസർ വഴി ചെയ്യാം, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ്, അങ്ങനെ പല ടെക്നോളജീസും ഉണ്ട്. ഇപ്പം ഈവൻ റീസെൻ്റ് ആയിട്ടുള്ള അഡ്വാൻസിൽ നമ്മൾ വീനാസിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു പശ വെച്ചിട്ട് നമ്മൾ രക്തക്കുഴലങ്ങ് അടച്ചു കളയും. അപ്പോൾ അതിൽ അതെ, അത് വെച്ചിട്ട് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒന്നും പിന്നെ ആവശ്യം ഉണ്ടാവാറില്ല. നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം റുട്ടീൻ പോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അൾസേഴ്സ് പോലെ ആണെങ്കിലും ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി യൂസ് ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും അല്ലേ? ഇപ്പോൾ നോൺ ഇൻവേസീവ് എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ ഒരാൾ വെരിക്കോസ് വെയിനുമായിട്ട്, അതായത് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ, അത്യാവശ്യം നല്ലോണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ ഒരാൾ വെരിക്കോസ് വെയിൻ എന്ന പ്രശ്നവുമായിട്ട് അങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നാൽ എത്ര നേരം എടുക്കും? ഐ മീൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നീ പറഞ്ഞതുപോലെ നമുക്കൊരു OP പ്രൊസീജിയർ പോലെയാണോ? ഹൗ എക്സാക്ട്ലി ഈസ് ദാറ്റ്? വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി OP പ്രൊസീജിയറായിട്ടാണ് നമ്മൾ ചെയ്യാറ്. നമ്മൾ മോർണിംഗ് വന്ന് ചെയ്ത ഷോർട്ട് അഡ്മിഷൻ ചെയ്തിട്ട് പ്രൊസീജിയർ ആസ് സച്ച് ഒരു മണിക്കൂറേ എടുക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യനോട് നടന്നു തുടങ്ങാൻ പറയും. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പിറ്റേന്ന് തൊട്ട് എല്ലാ ആക്ടിവിറ്റീസും പേഷ്യൻ്റ് എല്ലാ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് റിട്ടേൺ ചെയ്യാം. വെരിക്കോസ് വെയിൻസിൽ ആക്ച്വലി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ പറയുന്നൊരു പ്രശ്നം, ഇതിപ്പോൾ വലിച്ചു കളഞ്ഞാലും സർജറി ചെയ്താലും ഒക്കെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. തിരിച്ചു വരും, ഇത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വരുമോ? എല്ലാവർക്കും വരാറില്ല. അതിൻ്റെ റിസ്ക് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒരു 90 to 95% ആൾക്കാർക്ക് അത് തിരിച്ചു വരാറില്ല. തിരിച്ചു വരുന്നത് പിന്നെയും ഞാൻ പറഞ്ഞ പോലെ ലോങ് ടേം സ്റ്റാൻഡിങ്, കൂടുതൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്
നമ്മൾ അടച്ച രക്തക്കുഴൽ തിരിച്ചു വരാറില്ല, വേറെ രക്തക്കുഴലിൽ ഇതേ സെയിം പ്രോബ്ലം വരാനുള്ള ചാൻസുകളുണ്ട്. പക്ഷെ അത് വളരെ വളരെ കുറവാണ്. 95% ആൾക്കാർക്കും തിരിച്ചു വരാറില്ല. ഓക്കെ. വൺസ് വെരിക്കോസ് വെയിൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഇൻ്റർവെൻഷണൽ റേഡിയോളജി ത്രൂ തന്നെ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് സ്റ്റാൻഡിങ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ. ഈ കൂടുതൽ നേരം എത്ര നേരം ഉദ്ദേശിക്കുന്നത്? അറ്റ് സ്ട്രെച്ച് എത്ര നേരം നിൽക്കരുത്? നമ്മൾ ടൈം അങ്ങനെ പറയാൻ പറ്റില്ല. മാക്സിമം അവോയ്ഡ് ചെയ്യുക, നിൽക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാന്നാണ് നമ്മൾ പറയാറ്. ഇൻ കേസ് നിൽക്കുന്ന അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നേരം മസിൽ എക്സസൈസ് ചെയ്യുക, കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇടയിലിടയിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ കുറച്ചൊന്ന് നടന്നിട്ട് കാലിൻ്റെ മസിലിനും കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കുക. വീണ് ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് കുറേ ഉണ്ടല്ലോ, ഇപ്പോൾ അക്യൂപങ്ക്ചർ പോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. അത് എഫക്റ്റീവ് ആണോ? അതിൽ എത്ര എഫക്റ്റീവ് ആണെന്ന് നമ്മുടെ അടുത്ത് ഡാറ്റ ഇല്ല. ആകെ ഒരു മെഡിസിൻ മാത്രമാണുള്ളത്, ഒരു ഫ്ലവനോയിഡ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അതിൽ കുറച്ചൊരു സ്ട്രെങ്ത്ത്, മസിലിൻ്റെ വെയിൻസിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ച് കൂട്ടാനുള്ള ഒരു മെഡിസിനാണ്. അതിൽ കുറച്ചൊരു സിംറ്റം ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട്. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് അബ്ലേഷൻ തന്നെ ചെയ്യേണ്ടി വരും.